ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടമല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ആഡ് ചെയ്തത് ഈ ഒരു ഐറ്റമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ ഓർണമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. പേര് പറയാൻ പറ്റില്ല, പേര് വെളിപ്പെടുത്താത്ത പല വ്യക്തികൾക്കും മടി കണ്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, സ്ത്രീകൾക്ക് മാത്രമോ സ്ത്രീയും പുരുഷനും എങ്ങനെയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാന്താകുമ്പോഴത്തേക്കും ഒരു ജനറൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഗോവയിൽ ഷൂട്ടിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഷൂട്ടിനല്ല, മൊത്തത്തിൽ ഗോവയിൽ വരുമ്പോൾ കാലത്ത് ഇവിടുത്തെ ഷാക്കുകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ബീച്ച് സൈഡിലുള്ള. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതണം. ഞാനപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫുഡൊക്കെ കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ തിരിച്ചുകൊണ്ടോ ഇവരെ പോലെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടൊന്നും പോകില്ല. അതൊന്നും ചെയ്യരുത്. നമ്മളെവിടെ പോയി കഴിഞ്ഞാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം. അത് പ്രകൃതിയോട് ചെയ്യുന്ന മര്യാദ എന്ന് പറയും. കടലാസ് കുഴപ്പമില്ല, ഇത് നമ്മളെ പുറത്തുനിന്ന് ഫുഡൊക്കെ ചിലപ്പോൾ നമുക്ക് ശരീരത്തിന് പിടിച്ചെന്ന് വരില്ല. ഇതാകുമ്പോൾ ചപ്പാത്തി മുട്ട കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു റോൾ ഉണ്ടാക്കി, നമ്മുടെ ഏൻഷ്യൻ റോൾ കൊടുക്കുന്ന ബെസ്റ്റാ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാം. ചപ്പാത്തി ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് മുട്ട ഒഴിച്ച്, ചപ്പാത്തി രണ്ട് സൈഡും മിനിമം വേവിക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ട പൊടിച്ചിടുക. ദെൻ അത് ചുറ്റെടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കഴിക്കുന്ന എഡിബിളായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ക്യാപ്സിക്കം, സവാള, തക്കാളി എന്നിവയൊക്കെ ഇട്ടിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് വെച്ച് റോൾ ചെയ്ത് വെച്ചിട്ട് അത്രേ ഉള്ളൂ. ഉണ്ടാക്കിയ സഹായിച്ച മനുഷ്യർക്ക് താങ്ക്സ് ഉണ്ട്. പേര് പറയാൻ പറ്റില്ല, പേര് വെളിപ്പെടുത്താത്ത പല വ്യക്തികൾക്കും പറയാനുള്ള മടി കണ്ടോ. ജാനകി അല്ല ഇത് ചെയ്തത്, പക്ഷെ എൻ്റെ കയ്യിൽ ഇതിനകത്തുണ്ട്. അതെ, മുട്ട പൊട്ടിച്ചല്ലേ, മുട്ട പൊട്ടിച്ചത് കലക്കിയത്. അതെ, മുട്ട പൊട്ടിക്കാനും കലക്കാനും ഭയങ്കര എക്സ്പീരിയൻസാണ് ജാനകിക്ക്. ഞാനാ കേട്ടല്ലോ, നോട്ട് പോയിന്റ്. പാത്രം കഴുകി വെച്ചത് ഞാനാ. അതല്ല പറഞ്ഞേ, ഞാൻ വേറെ കാര്യം പറഞ്ഞതാ. ശ്രദ്ധിക്കുന്നില്ല കുട്ടി, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബിഷപ്പിൻ്റെ വിളി. ഇവിടെയുള്ള മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ട്, കൊടുത്താൽ പണി കിട്ടും. ഇവിടെ നിറയെ പട്ടികളുണ്ട്, അവർക്കൊക്കെ ഫുഡ് കൊടുക്കുക, അത് രക്ഷ ഉണ്ടാവില്ല. ഗോവയിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും നോക്കിയിട്ട് ട്രെയിൻ സെലക്ട് ചെയ്യാം. നേരെ വന്നിട്ട് മഡ്ഗോൺ ആണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ബീച്ച് സൈഡിലേക്ക് വരാൻ വേണ്ടി കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പോൾ ടിവിയിൽ നിന്നുള്ള സ്റ്റേഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ടിവിയിൽ നിന്ന് ബൈക്ക് റെൻറ്റിനെടുക്കാം. റെൻറ്റിനെടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ പറഞ്ഞാൽ ബീച്ച് സൈഡിൽ നമ്മൾ താമസം നോക്കാതെ കുറച്ചും കൂടെ മാറി ബീച്ചിനോട് അടുത്ത ടൗണുകളുണ്ട്, അവിടെ അക്കോമഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വന്നു പോയാൽ മതിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തും വൈകിട്ടും മാത്രമേ നമുക്ക് ബീച്ച് സൈഡൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഒരു വാട്ടർഫോളും അഗോഡ ഫോട്ടൊക്കെ ഉണ്ട്. ബീച്ച് തന്നെ കുറേ ബീച്ചുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കും കുറച്ച് ചിലതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണ്, ചെറിയ ഡിസ്റ്റൻസുള്ളൂ, ചില ഇച്ചിരി ദൂരമുണ്ട്. ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും. എന്തായാലും ഒരു 3-4 ദിവസം മാക്സിമം എൻജോയ് ചെയ്യാനുള്ള ഇതൊക്കെ ഉള്ളൂ അവയിൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ഥലങ്ങൾ കാണാനും കാര്യങ്ങളൊക്കെ പറ്റും. ഈ പാക്കേജുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്കൂൾ ട്രിപ്പ് ഉള്ള അവസ്ഥയായിരിക്കും. അതിലും നല്ല കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. 2 വീലറൊക്കെ എടുത്ത് വന്നാൽ അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, സ്ത്രീകൾക്ക് മാത്രമോ സ്ത്രീയും പുരുഷനും എങ്ങനെയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാന്താകുമ്പോഴത്തേക്കും ഒരു ജനറൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ട്രെയിനൊക്കെ കയറി അങ്ങ് പോകുന്ന നോക്കണം. ഒരു പരിചയമില്ലാത്ത മനുഷ്യന്മാരുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്.
ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടമല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ആഡ് ചെയ്തത് ഈ ഒരു ഐറ്റമാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊള്ളാമോ? ബാജാനക്ക് എന്താ അവിടെ മടിച്ചിരിക്കുന്നത്?